അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ എടുക്കാൻ സമയം കിട്ടിയപ്പോൾ വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് വെക്കേഷനാണ്, ഒരു 3 ആഴ്ചത്തെ വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഫുൾ ടൈം വർക്ക് ചെയ്യുക. അപ്പോൾ ഫുൾ ഉറക്കം തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തീരെ സമയം കിട്ടിയിട്ടില്ല. അപ്പം കമൻസിൽ കുറേ അധികം ക്വസ്റ്റ്യൻസും കുറേ അധികം ഡൗട്ട്സും ചോദിക്കുന്നത് ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ എവിടെയാണ് അക്കോമഡേഷൻ നോക്കേണ്ടതെന്നുള്ളതും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നതുകൊണ്ടുള്ള ഞാനൊരു ജെന്യൂൻ റിവ്യൂ തരാം. ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം 3 മാസമായി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളവർ പറഞ്ഞതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴുള്ളൊരു ഓവർലുക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത്രയും നല്ല അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര വലിയ ക്യാമ്പസാണ്, വാസ്റ്റ് ക്യാമ്പസാണ്. ഒരിക്കലും എടുത്തതുകൊണ്ട് കുഴപ്പം തോന്നൂല. പഠിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മൾ അധിക പേരും പഠിക്കാനാണോ അല്ലേ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. വരുന്നത് എന്തിനാണെന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി. ഇനി നേരെ തിരിച്ച് നമുക്ക് എന്താക്കണം, ജോബും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി കുറച്ച് റിസ്ക്കാണ്. കാരണം അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനാണ്. ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ അറ്റൻഡൻസ് ഇവർ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ടാപ്പിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഫിസിക്കലായിട്ട് വേറെ ഒരു അറ്റൻഡൻസും കൂടി എടുക്കും. അപ്പോൾ അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ അത്രയും നിർബന്ധമാണ്. പിന്നെ അതേപോലെ തന്നെ അസൈൻമെൻറ്റ്സ്, എക്സാംസ്, അപ്പോൾ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഞാൻ MSc സൈക്കോളജി ആണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ MSc സൈക്കോളജി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം എക്സാമുകളും അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ട്. ബാക്കിയുള്ള ചില കോഴ്സുകൾക്കൊന്നും എക്സാംസ് ഒന്നുമില്ല. അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ് അങ്ങനത്തെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ എക്സാംസ് ഉണ്ട്, റിട്ടൺ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം വരാൻ. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം പറയുമ്പോൾ അക്കോമഡേഷൻ ഒന്നുകിൽ മെയിൻലി ആളുകൾ ലൂട്ടൺ അല്ലെങ്കിൽ വാട്ട്ഫോർഡ്, അതായത് ഔട്ടർ തന്നെ ഔട്ടർ ലണ്ടനിൽ തന്നെയാണ് അധിക പേരും അക്കോമഡേഷൻ സെലക്ട് ചെയ്യാറ്. അല്ലാന്നുണ്ടെങ്കിൽ ലണ്ടനിലോട്ട്, ഞങ്ങളൊക്കെ ഇപ്പോൾ ലണ്ടനിലാണ് നിൽക്കുന്നത്, അപ്പോൾ ലണ്ടനിലോട്ട് അക്കോമഡേഷൻ സ്വിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ വർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് അവിടെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഔട്ടർ ലണ്ടനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കെയർ ഹോമുകൾ, വെയർ ഹൗസുകൾ, അവിടെയൊക്കെ ജോലികൾക്കുള്ള സാധ്യത ഉണ്ട്. എന്നാൽ നമ്മുടെ ഫ്രണ്ട്സ് കുറേ ആളുകൾ ഔട്ടറിൽ നിൽക്കുന്നവർ തന്നെ കെയർ ഹോമിലും വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇനി നേരെ തിരിച്ച് നിങ്ങൾ ലണ്ടനിലോട്ടാണ് താമസം നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലണ്ടനിൽ കൂടുതൽ ജോബിനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എത്ര സെർച്ച് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലണ്ടനിലാവുമ്പോൾ നിങ്ങൾക്ക് മെയിൻലി റെസ്റ്റോറൻറ്റ് ജോബ്സ് അങ്ങനത്തെ ആയിരിക്കും കിട്ടുക. കെയർ ഹോമും വെയർ ഹൗസും ഇല്ല എന്നല്ല, കെയർ ഹോമിലും വെയർ ഹൗസിലും വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ലണ്ടനിൽ തന്നെ. അപ്പോൾ മെയിൻലി റെസ്റ്റോറൻറ്റ് ജോബ്സ് ആണ് കിട്ടുക. പിന്നെ മറ്റ് കാറ്ററിംഗ് ജോബ്സ് അങ്ങനത്തെ ഒക്കെ കുറേ ജോബുകളുണ്ട്. മെയിൻലി ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. ജസ്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാണോ സെലക്ട് ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ ജോബ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിബന്ധന. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മെയിൻലി ഒരു 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ആഴ്ചയിൽ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകാനുള്ള കുറച്ച് റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് എടുക്കുക, പിന്നെ നിങ്ങളുടെ ജോബുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുക, അത്രയേ ഉള്ളൂ. MSc സൈക്കോളജി എന്നുള്ള സ്പെസിഫിക് കോഴ്സ് സെലക്ട് ചെയ്യുന്നിടത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എക്സാംസ് ഉണ്ട്, അത്യാവശ്യം പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല ഇവിടെ പഠിക്കുക. അതായത് കുറച്ചും കൂടി കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ടുള്ളൊരു പഠന രീതിയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള
റിസർച്ചിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ സൈക്കോളജി എന്നുള്ള സ്പെസിഫിക് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടഫാണ് എന്നുള്ളതും കൂടി പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ മൈൻഡിൽ കരുതിയിട്ട് വേണം ഈ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ എന്താക്കേണ്ടത് നോക്കേണ്ടത്. പിന്നെ കുറേ ആളുകൾ എന്താണ് കമൻസിൽ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ അക്കോമഡേഷൻ സെറ്റ് ചെയ്തിട്ടാണോ വന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ തലേ ദിവസം വരെ എനിക്കെന്തില്ല അക്കോമഡേഷൻ ഇവിടെ സെറ്റായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്കെന്ത് ഇവിടെ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് നടക്കാനുള്ളതെന്ന് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ഒരു വീട് ഒരു ടെമ്പററി ആയിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തന്നിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ ഒരാഴ്ച അവിടെ നിന്നും അതിൻ്റെ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റിയുള്ള ഫ്രണ്ട്സും ഇവരൊക്കെ ആയിട്ട് കമ്പനിയായിട്ട് ഞങ്ങൾ ഇവിടെ ലണ്ടനിൽ ഒരു വീട് എടുക്കുക ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ വരാം. അതായത് എവിടെയാണോ നിങ്ങൾ നിൽക്കാൻ നോക്കുന്നത്, ലണ്ടനിലാണെങ്കിൽ ലണ്ടനിൽ, അല്ലെങ്കിൽ ലൂട്ടണിലാണെങ്കിൽ ലൂട്ടണിൽ, അല്ലെങ്കിൽ ഔട്ടർ ഏരിയയിൽ എവിടെയെങ്കിലാണെങ്കിൽ അവിടെ നിങ്ങൾ ആദ്യം ഒരാളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയുമായി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു അക്കോമഡേഷൻ എടുത്ത് തരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരു ടെമ്പററി അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്താവുക മാറാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരുടെ കൂടെ നിൽക്കാമെന്നൊക്കെ പറ്റും. അക്കോമഡേഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, വീഡിയോ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ മെയിൻലി ഈ കുറേ ക്വസ്റ്റ്യൻസ് കുറേ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ DMസും കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ട, അതായത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അക്കോമഡേഷന് യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ UK വരുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.